മണാലിയിലത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നോ കാണാമെന്നുള്ളതാണ്. അപ്പോൾ വിൻ്റർ ടൈം അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് സ്നോ കാണാൻ വേണ്ടി സ്നോ പോയിന്റിലേക്ക് പോകണം. അതല്ലാന്നുണ്ടെങ്കിൽ പൊതുവേ സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മണാലിയിൽ വരാറുള്ളത്. അതായത് ഈ ഭാഗങ്ങളിലെല്ലാവിടെയും സ്നോ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ വിൻ്റർ ടൈം അല്ല. ഇപ്പോൾ സൊലങ് വാലിയിലും എവിടെയും വിൻ്റർ ഇല്ലാന്ന്, മഞ്ഞില്ല. അപ്പോൾ നമ്മൾ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ട് സ്നോ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കോക്സർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അടൽ ടണൽ പാസ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അതിന് പ്രത്യേക പെർമിറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ അവിടേക്ക് പോവുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 7:30 ആകുമ്പോഴത്തേനും ഡ്രൈവർ വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ പുള്ളി ഒരു 7:45 ഒക്കെ ആയപ്പോൾ നമ്മൾ 7:30 തന്നെ റെഡിയായി. പുള്ളി ഒരു 7:45 ഒക്കെ ആയപ്പോഴേക്ക് എത്തി. അപ്പോൾ എല്ലാവരും ഈ അടൽ ടണലിൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും എല്ലാവരും ഫോട്ടോ. ഇത് 9.02 കിലോമീറ്റർ ആണ്. ഇത് വേൾഡ്സ് ലാർജസ്റ്റ് ടണലൊന്നുമല്ല, പക്ഷേ 10,000 ഫീറ്റിന് എബോവ് ഓൾട്ടിറ്റ്യൂഡിൽ നിൽക്കുന്ന സിംഗിൾ ട്യൂബ് ഹൈവേ ടണലാണ്. ഏറ്റവും വലിയ ഹൈവേ ടണലാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ കോക്സറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കോക്സറിലും ഇങ്ങനെ സ്നോ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട്. നമുക്ക് പതുക്കെയാണ് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ എത്താറായപ്പോഴത്തേനും നമുക്ക് ബ്ലോക്ക് ഇങ്ങനെ നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിന് മുമ്പായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അവിടെ മെയിനായിട്ട് നമുക്ക് നൂഡിൽസ്, പിന്നെ ഇതുപോലത്തെ പൂരി എല്ലാം അതന്നെ പൂരി, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കിട്ടുക. ജുഗുനൊന്നും കാര്യമായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്നോ പോയിന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. ജുഗുനു ആണ് മെയിൻ സ്നോ കാണണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മണാലി എടുത്തത് തന്നെ. സത്യം പറഞ്ഞാൽ ഈ ടൈമിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണെന്ന് അറിയാം. കാരണം വിൻ്റർ സീസണിലാണല്ലോ പൊതുവേ സ്നോ എക്സ്പീരിയൻസ് എല്ലാവരും പോവുക. ഇതിന് നമ്മൾ എക്സ്ട്രാ 4,000 പേ ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുന്നത്. കാരണം ആ പാക്കേജിൽ സ്നോ പോയിന്റ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇത് പക്ഷേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം സ്നോ ഇല്ലാത്ത ടൈമിൽ എങ്ങനെയാണ് മണാലി എന്നുള്ളതും സ്നോയും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇവിടെയും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിങ്ങനെ കോസ്റ്റ്യൂമിലും വിത്തൗട്ട് കോസ്റ്റ്യൂമിലും ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കുന്ന സമയം തന്നെ ജുഗുനു കുറേ നേരത്തെ ഫോട്ടോ എടുക്കാനല്ല കളിക്കാനൊക്കെ തുടങ്ങിയത് കാരണം കൊണ്ട് അവന് കുറേ കഴിഞ്ഞപ്പോഴത്തേനും ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അവൻ്റെ ഗ്ലൗസൊന്നും അവന് പാകത്തിനുള്ള ഗ്ലൗസൊന്നും കിട്ടില്ല. അപ്പം നേരത്തെ തന്നെ തണുപ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ടയേർഡായിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് വാശിയായപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ അവൻ കയറി വന്നില്ല കേട്ടോ. അവിടെ താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. നമ്മൾ സ്നോവിൻ്റെ താഴെ വരുമ്പോഴുള്ള ലുക്ക് എങ്ങനെയാണ്, പുറത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ നിറച്ച് സ്നോയൊന്നുമില്ല. സാധാരണ സ്നോ ടൈം ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ നോർമൽ വെഹിക്കിളിലൊന്നും വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സ്നോയൊക്കെ കണ്ട് തിരിച്ചു പോകുന്ന വഴിയിൽ ആണ് സൊലങ് വാലി ഉള്ളത്. സൊലങ് വാലിയിലാണ് നമ്മുടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസൊക്കെ. ശരിക്കും നോർമലി നമ്മുടെ സ്നോ ആക്ടിവിറ്റീസും ബാക്കിയുള്ള അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത് അവിടെയാണ്. പക്ഷേ സ്നോ ആക്ടിവിറ്റീസൊക്കെ ഇപ്പോൾ സ്നോ ഇല്ലാത്തതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് കുട്ടീനെയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഈ യാക്ക് റൈഡാണ്. അപ്പോൾ നമ്മൾ യാക്ക് റൈഡൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഏകദേശം നമ്മുടെ ഡ്രൈവർ അവസാനിപ്പിക്കുകയാണ്. അവർക്കൊരു ടൈമുണ്ട്. ആ ടൈമിൽ അവരുടെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് നമ്മളെ ഹോട്ടലിൽ തട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ ആദ്യം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന കണ്ടില്ല. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇന്നത്തെ ഫുഡ് ഉണ്ടായിട്ടുള്ളൂ. വേറെ കഴിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിവിടെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും അവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് ഇന്നലെ തൊട്ടേ മഴയുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഡ്രൈവർ ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് ഓട്ടോ വിളിച്ചിട്ട് മാൾ റോഡിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പോകണം. മോൾ റോഡാണ് ആക്ച്വലി അവിടെ ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് പോവാണ്. അല്ലാതെ അവർ രണ്ടാമത് നമ്മളെ കൊണ്ടുപോകുന്നില്ല. അവരുടെ സമയം കഴിഞ്ഞു. അവരൊരു 5-6 വരെയൊക്കെ നമ്മളെ കൊണ്ട് നടക്കുള്ളൂ. അത് കഴിഞ്ഞ് അവരവിടെ ആക്കിയിട്ട് പോകും. പിന്നെ ഒരു സ്ഥലത്ത് ഒരു തവണ മാത്രമേ അവരാക്കുള്ളൂ. അങ്ങനെ നമ്മൾ മോൾ റോഡിലേക്ക് പോവുകയാണ് കേട്ടോ. ചെറുതായിട്ട് ഷോപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് പോവുകയാണ്. അവിടെ ഓട്ടോ വിളിച്ചിട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഭാഷ പരിമിതി മൂലം കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ പറ്റണ പോലെയൊക്കെ 200 പറയും, ഞങ്ങൾ 100 പറയും, അങ്ങനെ 150 ഉറപ്പിക്കും. അങ്ങനെയൊക്കെ നമ്മൾ മോൾ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 11 o'clock 12 o'clock ഒക്കെ വരെ സജീവമായിട്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് മോൾ റോഡ്. നമ്മൾ അധികം ഷോപ്പിംഗ് ചെയ്തില്ല. നമ്മൾ എങ്ങനെയാണ് സ്ഥലം ഇരിക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി പോയത് കേട്ടോ. അപ്പം ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനാണ് വിചാരിച്ചത്. നമ്മൾ 1-2 ഐസ്ക്രീമൊക്കെ കഴിച്ച് ഇവിടെ വെച്ച് പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു. അത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്, സ്വാതി സാവിത്രി.